ഹലോ, അപ്പൊ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് വിറ്റാമിൻസ് എന്ന് പറഞ്ഞ പോർഷൻ ആണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് എന്താണ് വിറ്റാമിൻസ്? അപ്പൊ വിറ്റാമിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ നമുക്കറിയാം നമ്മളെ ബോഡിയിൽ എന്ത് നടക്കുന്നുണ്ട്? ധാരാളം ജീവൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ. മനുഷ്യ ശരീരം ധാരാളം ജീവൽ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നടത്തുന്നുണ്ട്. അത്തരം ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ജൈവ സംയുക്തങ്ങൾ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വിറ്റാമിൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ വിറ്റാമിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിറ്റാമിൻസ് ആർ എസെൻഷ്യൽ ഓർഗാനിക് കോമ്പൗണ്ട്സ്. വിറ്റാമിൻസ് ആർ എസെൻഷ്യൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് റിക്വയർഡ് ഇൻ സ്മോൾ അമൗണ്ട്സ് ഫോർ നോർമൽ ഗ്രോത്ത് ആൻഡ് ഫങ്ഷൻ. അപ്പൊ നമ്മുടെ ബോഡിയുടെ നോർമൽ ഗ്രോത്ത് ആൻഡ് ഫങ്ഷന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ജൈവ സംയുക്തങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിറ്റാമിൻസ് എന്ന് പറയുന്നത്. ഇനി അവ എങ്ങനെയാണ് വേണ്ടത് നമുക്ക്? റിക്വയർഡ് ഇൻ സ്മോൾ എമൗണ്ട്സ്. ചെറിയ അളവിൽ മാത്രമേ നമുക്ക് എന്ത് വേണ്ടൂ? വിറ്റാമിൻസ് നമുക്ക് ആവശ്യമുള്ളൂ. ഇനി എങ്ങനെയാണ് നമുക്ക് വിറ്റാമിൻസ് കിട്ടുന്നത്? ഭൂരിഭാഗം വിറ്റാമിനുകളും നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഭക്ഷണത്തിൽ കൂടിയാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ആവശ്യമുള്ള വിറ്റാമിൻസ്, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വിറ്റാമിൻസ് നമുക്ക് കിട്ടുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടിയാണ് ലഭിക്കുന്നത്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് മോസ്റ്റ് ഓഫ് ദ വിറ്റാമിൻസിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? സിന്തസൈസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. മനുഷ്യ ശരീരത്തിന് എല്ലാ വിറ്റാമിനുകളെയും സിന്തസൈസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷെ പ്ലാന്റ്സിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഓൾമോസ്റ്റ് എല്ലാ വിറ്റാമിനുകളും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? പ്ലാന്റ്സിനെ സംബന്ധിച്ച് അവർക്ക് സിന്തസൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് നമ്മള് പ്ലാന്റ്സിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? എസെൻഷ്യൽ ഫുഡ് കോമ്പോണൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്ലാന്റ്സിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതാണ് രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത്. മോസ്റ്റ് വിറ്റാമിൻസ് cannot be synthesized by the human body, but plants can synthesize almost all. അപ്പൊ അത് കാരണം നമ്മൾ പ്ലാന്റ്സിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്? നമ്മുടെ ഭക്ഷണത്തിലെ എസെൻഷ്യൽ കോമ്പോണൻസ് ആയിട്ട് പ്ലാന്റ്സിനെ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. നമ്മൾ പറയാറില്ലേ, പച്ചക്കറികളും ഇലക്കറികളും പഴവർഗ്ഗങ്ങളൊക്കെ നമ്മളെ ഭക്ഷണത്തിൽ എന്ത് ചെയ്യണം? ഉൾപ്പെടുത്തണം എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു കാരണമാണ് ഇതെന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു മോസ്റ്റ് ഓഫ് ദ വിറ്റാമിൻസ് കനോട്ട് ബി സിന്തസൈസ്ഡ് ബൈ ദ ഹ്യൂമൻ ബോഡി എന്നാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ അതിൽ എക്സെപ്ഷൻസ് ഉണ്ടാവും അല്ലെ. എല്ലാം സിന്തസൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. 100% ഒരു വിറ്റാമിനും ഹ്യൂമൻ ബോഡി സിന്തസൈസ് ചെയ്യുന്നില്ല എന്നല്ല നമ്മൾ പറഞ്ഞത്. മോസ്റ്റ് ഓഫ് ദ വിറ്റാമിൻസ് കനോട്ട് ബി സിന്തസൈസ്ഡ് ബൈ ദ ഹ്യൂമൻ ബോഡി എന്നാണ് പറഞ്ഞത്. അപ്പം ഇവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. അതായത് ഹ്യൂമൻ ബോഡിയിൽ സിന്തസൈസ് ചെയ്യപ്പെടുന്ന വിറ്റാമിൻ ഒരു എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്? വിറ്റാമിൻ കെ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മളെ PSC പോയിന്റിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മളെ ഹ്യൂമൻ ബോഡി സിന്തസൈസ് ചെയ്യുന്ന വിറ്റാമിൻ ആണ് ഏതെന്ന് പറയുന്നത്? വിറ്റാമിൻ കെ എന്ന് പറയുന്നത്. അപ്പൊ ഈ വിറ്റാമിൻ കെ ആരാണ് നിർമ്മിക്കുന്നത്? ഇൻഡസ്റ്റൈനൽ ബാക്ടീരിയ ആണ് എന്ത് ചെയ്യുന്നത്? വിറ്റാമിൻ കെ നിർമ്മിക്കുന്നത്. അതായത് നമ്മുടെ കുടലിലുള്ള ബാക്ടീരിയ ആണ് എന്ത് ചെയ്യുന്നത്? വിറ്റാമിൻ കെ നിർമ്മിക്കുന്നത്. അപ്പൊ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാല് ഹ്യൂമൻ ബോഡിയിൽ സിന്തസൈസ് ചെയ്യപ്പെടുന്ന വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ആൻസർ? വിറ്റാമിൻ കെ. അപ്പൊ ആരാണ് വിറ്റാമിൻ കെ നിർമ്മിക്കുന്നത്? നമ്മുടെ ഇൻഡസ്റ്റൈനിലുള്ള ബാക്ടീരിയാസ് ആണ് എന്ത് നിർമ്മിക്കുന്നത്? വിറ്റാമിൻ കെ നിർമ്മിക്കുന്നത്. ഇനി അടുത്തത്, വിറ്റാമിൻസ് എന്ത് ചെയ്യുന്നുണ്ട്? സ്പെസിഫിക് ബയോളജിക്കൽ ഫങ്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? നിർവഹിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഗ്രോത്തിനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ഹെൽത്തിനൊക്കെ ആവശ്യമായിട്ടുള്ള ധാരാളം ബയോളജിക്കൽ ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ബോഡീനെ ആര് സഹായിക്കുന്നുണ്ട്? വിറ്റാമിൻസ് സഹായിക്കുന്നുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഓർമ്മിച്ചു വെക്കുക. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് വിറ്റാമിൻസിനെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക അല്ലെ. എങ്ങനെയാണ് നമ്മൾ വിറ്റാമിൻസിനെ ഡിനോട്ട് ചെയ്യുക? അപ്പൊ നമ്മൾ വിറ്റാമിൻസിനെ ഇംഗ്ലീഷ് ആൽഫബറ്റിലുള്ള ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിറ്റാമിൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ വിറ്റാമിൻ എ, ബി, സി, ഡി ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിറ്റാമിൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി ചില വിറ്റാമിൻസിന് എന്തുണ്ട്? സബ് ഗ്രൂപ്പ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി കോംപ്ലക്സ് വിറ്റാമിൻസ് എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ. അപ്പൊ ബിനെ എന്ത് ചെയ്തിട്ടുണ്ട്? സബ് ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണ്? വിറ്റാമിൻ B1, B2, B6, B12 അങ്ങനെ പറഞ്ഞിട്ട് വിറ്റാമിൻ ബിനെ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ സബ് ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ വിറ്റാമിനും എടുത്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് വിറ്റാമിൻ എന്ന് പറയുന്ന ടേം എങ്ങനെ ഒറിജിനേറ്റ് ചെയ്തു? അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ വിറ്റാമിന്റെ സ്പെല്ലിംഗ് VITAMINE. അങ്ങനെ നമ്മൾ പിരിച്ചെഴുതുകയാണ്. എങ്ങനെയാണ് എഴുതുന്നത്? വൈറ്റൽ പ്ലസ് അമീൻ.
അപ്പൊ എന്താണ് വൈറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ് എസെൻഷ്യൽ എന്നാണ് അല്ലെ വൈറ്റൽ എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് എന്താണ് എസെൻഷ്യൽ. അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ ബോഡിയിലെ ബയോളജിക്കൽ ഫങ്ഷൻസ് നിർവഹിക്കാൻ ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ജൈവ സംയുക്തങ്ങളാണ് ആര് വിറ്റാമിൻസ് എന്ന് പറഞ്ഞു. അപ്പൊ എസെൻഷ്യൽ ആയിട്ടുള്ള അമീൻ, അങ്ങനെയാണ് എന്ത് പേര് വന്നത് വൈറ്റൽ അമീൻ വിറ്റാമിൻ എന്നുള്ള പേര് വന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് വൈറ്റൽ അമീൻ എന്ന് വിളിച്ചത്? അപ്പൊ ആദ്യകാലത്ത് നമ്മൾ എന്ന് വെച്ചാൽ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ച വിറ്റാമിൻസിലൊക്കെ എന്തുണ്ടായിരുന്നു അമിനോ ഗ്രൂപ്പ്സ് അടങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യകാലത്ത് കണ്ടുപിടിച്ച വിറ്റാമിൻസിലൊക്കെ എന്തുണ്ടായിരുന്നു അമിനോ ഗ്രൂപ്പ്സ് അടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് വിചാരിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എസെൻഷ്യൽ ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് എല്ലാം എന്താണ് അമിനോ ഗ്രൂപ്പ്സ് അടങ്ങിയിട്ടുള്ള ആളുകളാണെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് അന്ന് അവർ അതിനെ എന്ത് വിളിച്ചു വൈറ്റൽ ആയിട്ടുള്ള അമീൻ. അങ്ങനെയാണ് വിറ്റാമിൻ എന്ന് പറയുന്ന പേര് വന്നത്. പിന്നെ എന്ത് ചെയ്തു പിന്നെ മനസ്സിലായി പിന്നെ എന്തായത് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്ന സമയത്ത് മനസ്സിലായി എല്ലാ വിറ്റാമിനിലും എന്ത് അടങ്ങിയിട്ടില്ല അമിനോ ഗ്രൂപ്പ് അടങ്ങിയിട്ടില്ല. അമിനോ ഗ്രൂപ്പ് അടങ്ങാത്ത ധാരാളം വിറ്റാമിനുകളും ഉണ്ട്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു നമ്മളൊരു കറക്ഷൻ വരുത്തി, സ്പെല്ലിങ്ങിൽ ഒരു കറക്ഷൻ വരുത്തി. എന്താക്കി ഈ MINE ഈ കളഞ്ഞിട്ട് ഇപ്പൊ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വിറ്റാമിൻ എന്ന് മാത്രമാണ് എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ കാര്യം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക ഓർത്ത് വെക്കുക. ഇനി ഈ ടേം വിറ്റാമിൻ വിറ്റാമിൻ എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഒരു പോളിഷ് സയന്റിസ്റ്റ് ആയ കസിമിർ ഫങ്കാണ് എന്ത് യൂസ് ചെയ്തത് വിറ്റാമിൻ എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് യൂസ് ചെയ്തത്. കസിമിർ ഫങ്ക് തന്നെയാണ് ഈ വിറ്റാമിൻസിനെ കുറിച്ചും വിറ്റാമിൻസിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്ന ഡിസീസസിനെ കുറിച്ചൊക്കെ ആദ്യമായിട്ട് റിസർച്ച് ഒക്കെ നടത്തിയത് ആരാണ് കസിമിർ ഫങ്ക് ആണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്ത് വിളിക്കുന്നത് ഫാദർ ഓഫ് വിറ്റാമിൻ തെറാപ്പി. ദിസ് ഈസ് ഇമ്പോർട്ടന്റ്. അപ്പൊ ആരാണ് ഫാദർ ഓഫ് വിറ്റാമിൻ തെറാപ്പി? ഫാദർ ഓഫ് വിറ്റാമിൻ തെറാപ്പി കസിമിർ ഫങ്ക് ആണ്. അപ്പൊ ആദ്യമായിട്ട് വിറ്റാമിൻ എന്ന് പറയുന്ന പദം യൂസ് ചെയ്തത് ആരാണ് കസിമിർ ഫങ്ക് ആണ്. വിറ്റാമിൻസിനെ കുറിച്ചും വിറ്റാമിൻസിന്റെ ഡെഫിഷ്യൻസി ഡിസീസസിനെ കുറിച്ചൊക്കെ ആദ്യമായിട്ട് റിസർച്ച് ഒക്കെ നടത്തിയതും ആരാണ് കസിമിർ ഫങ്ക് ആണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്തറിയപ്പെടുന്നത് ഫാദർ ഓഫ് വിറ്റാമിൻ തെറാപ്പി എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഫാദർ ഓഫ് വിറ്റാമിൻ തെറാപ്പി ആരാണ് കസിമിർ ഫങ്ക് ആണ്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ഇനി അടുത്തത് ക്ലാസിഫിക്കേഷൻ ആണ്. വിറ്റാമിൻസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തിന്റെ ബേസിസിലാണ്? സോലിബിലിറ്റിയുടെ ബേസിസിലാണ്. എന്തിന്റെ ബേസിസിലാണ് നമ്മൾ വിറ്റാമിൻസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? സോലിബിലിറ്റിന്റെ ബേസിസിലാണ്. സോലിബിലിറ്റി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ എന്താ പറയാ ലേയത്വത്തിന്റെ അടിസ്ഥാനത്തിൽ. ലേയത്വത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിറ്റാമിൻസിനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫാറ്റ് സോല്യബിൾ ആൻഡ് വാട്ടർ സോല്യബിൾ. കൊഴുപ്പിൽ ലയിക്കുന്നവയും വെള്ളത്തിൽ ലയിക്കുന്നവയും. അങ്ങനെ രണ്ടായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് വിറ്റാമിൻസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ കാറ്റഗറിയാണ് ഫാറ്റ് സോല്യബിൾ ആയിട്ടുള്ള വിറ്റാമിൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഫാറ്റ് സോല്യബിൾ ആയിട്ടുള്ള വിറ്റാമിൻസ് ആണ് ആരൊക്കെ? ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആൾക്കാരൊക്കെ. ഫാറ്റ് സോല്യബിൾ ആരൊക്കെയാണ്? വിറ്റാമിൻ എ, വിറ്റാമിൻ ഇ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ കെ. ഇവരൊക്കെ എന്താണ് ഫാറ്റ് സോല്യബിൾ ആയിട്ടുള്ള വിറ്റാമിൻ ആണ്. അതായത് അവ എവിടെ ഡിസോൾവ് ചെയ്യും? ഫാറ്റില് അല്ലെങ്കിൽ എണ്ണയില്. ഫാറ്റില് അല്ലെങ്കിൽ ഓയിലിൽ എന്ത് ചെയ്യും? അവ ഡിസോൾവ് ചെയ്യും. അതുകൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നത്? ഫാറ്റ് സോല്യബിൾ വിറ്റാമിൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത് പഠിച്ചു വെക്കാനുള്ള കോഡാണ് എന്ത്? സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്ന കോഡാണ് ADEK. അഡക് എന്ന് പറഞ്ഞ കോഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഫാറ്റ് സോല്യബിൾ വിറ്റാമിൻസിനെ ഓർത്ത് വെക്കാൻ വേണ്ടി പറ്റും. വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ. ഇവരാണ് എന്ത്? ഫാറ്റ് സോല്യബിൾ ആയിട്ടുള്ള വിറ്റാമിൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവ ഫാറ്റിൽ സോല്യബിൾ ആയതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇവരെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. ദീസ് ആർ സ്റ്റോർഡ്. അപ്പൊ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന വിറ്റാമിൻസ് ആണ് എന്തെന്ന് പറയുന്നത്? ഫാറ്റ് സോല്യബിൾ വിറ്റാമിൻസ്. ഇനി എവിടെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുക? ലിവറിൽ സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ അഡിപ്പോസ് ടിഷ്യൂവിൽ സ്റ്റോർ ചെയ്യാം. അഡിപ്പോസ് ടിഷ്യൂ, ലിവറിൽ അല്ലെങ്കിൽ അഡിപ്പോസ് ടിഷ്യൂവിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ വിറ്റാമിൻസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ വൺസ് മോർ നമ്മൾ ഫാറ്റ് സോല്യബിൾ വിറ്റാമിൻസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഫാറ്റ് സോല്യബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊഴുപ്പില് അല്ലെങ്കിൽ എണ്ണയിൽ ലയിക്കുന്ന വിറ്റാമിൻസ് ആണ് എന്ത്? ഫാറ്റ് സോല്യബിൾ വിറ്റാമിൻസ്. എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ആരൊക്കെയാണ് ഫാറ്റ് സോല്യബിൾ വിറ്റാമിൻസ്? അഡക്, വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ. ഇപ്പൊ ഫാറ്റ് സോല്യബിൾ ആയതുകൊണ്ട് തന്നെ അവ നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി എവിടെയാണ് നമ്മുടെ ശരീരത്തിൽ അതിനെ സ്റ്റോർ ചെയ്യുക? ലിവറിൽ അല്ലെങ്കിൽ വേറെ എവിടെയാണ് നമ്മൾ പറഞ്ഞത്? അഡിപ്പോസ് കലകളില്.
അപ്പൊ ലിവറിൽ അല്ലെങ്കിൽ അഡിപ്പോസ് ടിഷ്യൂല് ഇവരെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇവിടെ ആലോചിച്ച് വെക്കുക ഇമ്പോർട്ടന്റ് ആയിട്ട്, നമ്മുടെ ശരീരത്തിൽ സംഭരിച്ചു വെക്കാൻ പറ്റുന്ന വിറ്റാമിൻസ് എന്ന് പറഞ്ഞാൽ അതാരാണ്? ഫാറ്റ് സോല്യബിൾ വിറ്റാമിൻസ് ആണ്. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് എന്തെന്ന് പറയുന്നത്? വാട്ടർ സോല്യബിൾ വിറ്റാമിൻസ്. രണ്ടാമത്തെ ആരാണ്? വാട്ടർ സോല്യബിൾ. അപ്പൊ വിറ്റാമിൻ ബി, വിറ്റാമിൻ സി ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് വാട്ടർ സോലബിൾ വിറ്റാമിൻസ്. ഇനി ഇത് കൂടാതെ വിറ്റാമിൻ പി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയും കൂടി ഉണ്ട്. വിറ്റാമിൻ പിയും എന്ത് തന്നെയാണ്? വാട്ടർ സോലബിൾ വിറ്റാമിൻ തന്നെയാണ്. ഈ വിറ്റാമിൻ പിന്നെയാണ് നമ്മൾ വിറ്റാമിൻ പിനെ തന്നെയാണ് നമ്മൾ ഫ്ലാവിനോയിഡ്സ് ബയോഫ്ലാവിനോയിഡ്സ് എന്നൊക്കെ പറയുന്നത് വിറ്റാമിൻ പിനെയാണ്. അപ്പൊ ഇവരെയും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? വാട്ടറിൽ സോല്യബിൾ ആയിട്ടുള്ള വിറ്റാമിൻ ആണ് വിറ്റാമിൻ ബി, വിറ്റാമിൻ സി ആൻഡ് വിറ്റാമിൻ പി. ഇനി വിറ്റാമിൻ ബി തന്നെ ബി കോംപ്ലക്സ് ആണ്, അതാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കൂ ട്ടോ. വിറ്റാമിൻ B2, B3, B5, B6, B7, B9, B12 ആൻഡ് വിറ്റാമിൻ സി. ഇത്രയും ആൾക്കാരാണ് വാട്ടർ സോല്യബിൾ. അതിന്റെ കൂടെ ഒരാളെയും കൂടെ പഠിച്ചു വെക്കുക, ആരാണ്? വിറ്റാമിൻ പിയും എന്താണ്? വാട്ടർ സോല്യബിൾ വിറ്റാമിൻ ആണ്. അവരെയാണ് നമ്മൾ ഫ്ലാവിനോയിഡ്സ്, ബയോഫ്ലാവിനോയിഡ്സ് എന്നൊക്കെ വിളിക്കുന്നത്. ഇനി വാട്ടർ സോല്യബിൾ വിറ്റാമിൻസ് എന്താണ്? വാട്ടറിൽ ലയിക്കുന്നതാണ് അല്ലെ? അതെന്ത് ചെയ്യും? രക്തത്തിൽ കലർന്ന് നമ്മുടെ മൂത്രത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യും? നഷ്ടപ്പെടും. നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ വാട്ടർ സോല്യബിൾ വിറ്റാമിൻസ് cannot be stored. എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമ്മളെ ബോഡിയിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ നമ്മളെ ബോഡിയിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റാത്തതുകൊണ്ട് തന്നെ എന്ത് വേണം? അവരുടെ സപ്ലൈ എന്ന് പറയുന്നത് റെഗുലർ ആയിട്ട് നമുക്ക് എങ്ങനെ കിട്ടണം? ഡയറ്റിലൂടെ റെഗുലർലി ഇതിന്റെ സപ്ലൈ കിട്ടണം. അല്ലെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? ഡെഫിഷ്യൻസി ഡിസീസസ് ഉണ്ടാവും. അപ്പൊ വാട്ടർ സോല്യബിൾ വിറ്റാമിൻസ് നമ്മളെ ബോഡിയിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അവ നമുക്ക് എന്ത് ചെയ്യും? യൂറിനിലൂടെ നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ അതിന്റെ സപ്ലൈ നമുക്ക് റെഗുലർ ആയിട്ട് എന്ത് ചെയ്യണം? ഡയറ്റിൽ കൂടെ ലഭിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ഓർത്തു വെക്കേണ്ടത്. അപ്പൊ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ എന്താണ്? എങ്ങനെയാണ് നമ്മൾ വിറ്റാമിൻസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? സോലിബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ലേയത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വിറ്റാമിൻസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇത്രയും ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഈ കണ്ട ആൾക്കാരെയൊക്കെ ഇപ്പൊ നമ്മൾ ഫാറ്റ് സോല്യബിളും വാട്ടർ സോല്യബിൾ ഒക്കെ ആയിട്ട് വിറ്റാമിൻസിനൊക്കെ പഠിച്ചു. ഇനി ഇതിൽ ഓരോരുത്തരും എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിൽ ആദ്യത്തെ ആളാണ് എന്തെന്ന് പറയുന്നത്? വിറ്റാമിൻ എ. വിറ്റാമിൻ എയിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ വിറ്റാമിൻ എ എന്ന് പറയുന്നത് ഫാറ്റ് സോല്യബിൾ ആയിട്ടുള്ള വിറ്റാമിൻ ആണ്. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഫാറ്റ് സോല്യബിൾ ആയിട്ടുള്ള വിറ്റാമിൻ ആണ് എന്തെന്ന് പറയുന്നത്? വിറ്റാമിൻ എ എന്ന് പറയുന്നത്. ഇനി വിറ്റാമിൻ എയുടെ സയന്റിഫിക് നെയിം ആണ് റെറ്റിനോൾ. ഇത് ഇസ് ഇമ്പോർട്ടന്റ്. കാരണം സയന്റിഫിക് നെയിം വെച്ചിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ വിറ്റാമിൻ എയുടെ സയന്റിഫിക് നെയിം എന്താണ്? റെറ്റിനോൾ എന്നാണ്. റെറ്റിനോൾ ആണ് വിറ്റാമിൻ എയുടെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത്. ഇനി ഈ ഫസ്റ്റ് ആയിട്ട് കണ്ടുപിടിച്ച ഫാറ്റ് സോല്യബിൾ വിറ്റാമിൻ ആണ് എന്തെന്ന് പറയുന്നത്? വിറ്റാമിൻ എ എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ഫാറ്റ് സോല്യബിൾ വിറ്റാമിൻ ടു ബി ഡിസ്കവേർഡ്, അതാണ് വിറ്റാമിൻ എ എന്ന് പറയുന്നത്. 1913 എന്ത് കണ്ടുപിടിക്കുന്നത്? വിറ്റാമിൻ എ കണ്ടുപിടിക്കുന്നത്. അതായത് എൽമർ മക്കള്ളം ആൻഡ് മാർഗരറ്റ് ഡേവിസ് എന്ന് പറയുന്ന രണ്ട് ഓർഗാനിക് കെമിസ്റ്റുകളാണ് എന്ത് കണ്ടുപിടിക്കുന്നത്? വിറ്റാമിൻ എ കണ്ടുപിടിക്കുന്നത്. ഇതൊക്കെ ചോദിക്കുമെന്ന് അറിയില്ല, എന്നാലും ജസ്റ്റ് നോട്ട് ചെയ്യാം. എൽമർ മക്കല്ലം ആൻഡ് മാർഗരറ്റ് ഡേവിസ്. ഇവർ രണ്ടുപേരും ആരാണ്? ഓർഗാനിക് കെമിസ്റ്റുകളാണ്. ഇവരാണ് 1913 എന്ത് ഡിസ്കവർ ചെയ്യുന്നത്? വിറ്റാമിൻ എ ഡിസ്കവർ ചെയ്യുന്നത്. അപ്പം വിറ്റാമിൻ എ അതിന്റെ പ്യുവർ ആയിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത് ഒരു പെയിൽ യെല്ലോ ആയിട്ടുള്ള ഫാറ്റ് സോല്യബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്? വിറ്റാമിൻ എ ഇൻ ഇറ്റ്സ് പ്യുവർ ഫോം. അതായത് അതിന്റെ ഒറിജിനൽ ആയിട്ടുള്ള ഫോമില് വിറ്റാമിൻ എ എന്ന് പറയുന്നത് ഒരു പെയിൽ യെല്ലോ ഫാറ്റ് സോല്യബിൾ സബ്സ്റ്റൻസ് ആണ്. ഫാറ്റ് സോല്യബിൾ സബ്സ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്? വിറ്റാമിൻ എ ഇൻ ഇറ്റ്സ് പ്യുവർ ഫോം എന്ന് പറയുന്നത്. ഇത് ആനിമൽ സോഴ്സസിലൊക്കെയാണ് കണ്ടുവരുന്നത്. ഇനി പ്ലാന്റ് സോഴ്സ് ഓഫ് വിറ്റാമിൻ എനെയാണ് എന്ത് വിളിക്കുന്നത്? കാരോട്ടിനോയിഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ രണ്ട് ഫോം ഉണ്ട്. ഡയറ്ററി ഫോം എന്ന് പറയുന്നത് രണ്ടുണ്ട്. ആനിമൽ ബേസ്ഡും ഉണ്ട്. അതിനെയാണ് പ്രീ ഫോർമഡ് വിറ്റാമിൻ എ എന്ന് പറയുന്നത്. അത് മീറ്റ്, ഫിഷ്, പൗൾട്രി, ഡയറി പ്രോഡക്ട്സിലൊക്കെ കാണപ്പെടുന്നുണ്ട്. ഇനി പ്ലാന്റ് ബേസ്ഡ് ഉണ്ട്. അതാണ് പ്രോ വിറ്റാമിൻ എ, ബീറ്റ കരോട്ടിൻ എന്ന് പറയുന്ന സാധനം.
അതായത് പ്ലാന്റ് സോഴ്സ് ഓഫ് വിറ്റാമിൻ എനെയാണ് നമ്മൾ കരോട്ടിനോയിഡ്സ് എന്ന് പറയുന്നത്. ഇനി ബീറ്റാ കരോട്ടിൻ പിഗ്മെന്റിനെ തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രോ വിറ്റാമിൻ എ എന്ന് വിളിക്കുന്നത്. അപ്പൊ പ്ലാന്റ് ബേസ്ഡ് സോഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? പ്രോ വിറ്റാമിൻ എ എന്ന് പറയുന്നത്. ഇനി ഈ കരോട്ടിനോയിഡ്സ് എന്ന് പറയുന്നത് പ്ലാന്റ്സിന്റെ അതുപോലെ തന്നെ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള അതർ ഓർഗാനിസത്തിന്റെ ഗ്രീൻ സെൽസിലാണ് എന്തിനെ കാണപ്പെടുക? ഈ കരോട്ടിനോയിഡ്സിനെ കാണപ്പെടുക. അപ്പം അത് ജസ്റ്റ് എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഇനി പ്ലാന്റ് ബേസ്ഡ് സോഴ്സസ് ആണ് ഏതൊക്കെ? ക്യാരറ്റ്, സ്പിനാഷ്, സോർഗം ലീവ്സ്, മൊറിങ്ങ ലീവ്സ്, പംകിൻസ് ഒക്കെ എന്താണ്? പ്ലാന്റ് ബേസ്ഡ് സോഴ്സ് ആണ്. ഇനി ഈ ഓറഞ്ച് കളർ, ക്യാരറ്റിന് ഓറഞ്ച് കളർ കൊടുക്കുന്ന പിഗ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? കരോട്ടീൻ എന്ന് പറയുന്നത്. ഈ കരോട്ടീൻ നമ്മുടെ ബോഡിയിലേക്ക് എത്തുമ്പോൾ എന്തായിട്ട് മാറുകയാണ്? വിറ്റാമിൻ എ ആയിട്ട് എന്ത് ചെയ്യാണ്? കൺവേർട്ട് ചെയ്യാണ്. അതായത് നമ്മൾ ഈ പ്ലാന്റ്സിനെ കൺസ്യൂം ചെയ്യുമ്പം നമുക്ക് പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്ന കരോട്ടീൻ എന്ത് ചെയ്യാണ്? നമ്മുടെ ബോഡിയിൽ വെച്ചിട്ട് വിറ്റാമിൻ എ ആയിട്ട് എന്ത് ചെയ്യാണ്? കൺവേർട്ട് ആവുകയാണ്. അല്ലെങ്കിൽ വിറ്റാമിൻ എ ഫാറ്റ് സോലബിൾ വിറ്റാമിൻ ആയതുകൊണ്ട് തന്നെ അങ്ങനെ കൺവേർട്ട് ആയ വിറ്റാമിനെ നമ്മുടെ ബോഡി എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യും. എവിടെയാണ് വിറ്റാമിൻ എ സ്റ്റോർ ചെയ്യുന്നത്? ലിവറിലാണ് വിറ്റാമിൻ എ എന്ത് ചെയ്യുന്നത്? സ്റ്റോർ ചെയ്യുന്നത്. സ്റ്റോർഡ് ഇൻ ലിവർ. അപ്പൊ നമ്മൾ പ്ലാന്റ്സ് ഒക്കെ കഴിക്കുന്ന സമയത്ത് നമ്മൾ വിറ്റാമിൻ എ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് അതിലുള്ള കരോട്ടീൻ നമ്മളെ ബോഡിയിൽ വെച്ച് എന്തായിട്ട് കൺവേർട്ട് ആവും? വിറ്റാമിൻ എ ആയിട്ട് കൺവേർട്ട് ആവും. ഇനി അങ്ങനെ എ ആയിട്ട് കൺവേർട്ട് ആയതിനു ശേഷം ദിസ് ഇസ് എ ഫാറ്റ് സോലബിൾ വിറ്റാമിൻ. സോ അത് എന്താവും? നമ്മുടെ ബോഡിയിൽ അക്യുമുലേറ്റ് ആവും. എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിവറിലാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇതും കൂടെ ആലോചിച്ച് വെക്കുക. ഓറഞ്ച് കളർ ഓഫ് ക്യാരറ്റ് കംസ് ഫ്രം എവിടുന്നാണ്? കരോട്ടീൻ ആണ് ക്യാരറ്റിന് എന്ത് കൊടുക്കുന്നത്? ഓറഞ്ച് കളർ കൊടുക്കുന്നത്. ഇനി വിറ്റാമിൻ എയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാന്നുള്ളതാണ്. അപ്പൊ വിറ്റാമിൻ എയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഐ ഹെൽത്ത് ആണ്. നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള വിറ്റാമിൻ ആണ് എന്തെന്ന് പറയുന്നത്? വിറ്റാമിൻ എ എന്ന് പറയുന്നത്. അപ്പൊ മെയിൻറ്റെയിൻസ് ഐ ഹെൽത്ത് ആൻഡ് നാച്ചുറൽ വിഷൻ. ഇതാണ് ഒന്നാമത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് സെൽ ഫോർമേഷന് വിറ്റാമിൻ എ എന്താണ്? അത്യാവശ്യമാണ്. അതുപോലെ തന്നെ സെല്ലിന്റെ ഗ്രോത്ത്, അതുപോലെ ബോണിന്റെ ഗ്രോത്ത്, നമ്മുടെ ടീത്തിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഗ്രോത്ത്, അതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വിറ്റാമിൻ എ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മൈലിൻ ഷീത്തിനെ എന്ത് ചെയ്യുന്നുണ്ട്? മെയിൻറ്റെയിൻ ചെയ്യാനും വിറ്റാമിൻ എ എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഇപ്പൊ നാച്ചുറൽ വിഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ് എന്തെന്ന് പറയുന്നത്? വിറ്റാമിൻ എ എന്ന് പറയുന്നത്. ഇനി അടുത്തത് വിറ്റാമിൻ എയുടെ സോഴ്സസ്. അത് നമ്മൾ നേരത്തെയും കണ്ടതാണ്. ആനിമൽ ബേസ്ഡ് സോഴ്സസ് എന്ന് പറയുന്നത് ലിവർ, എഗ് യോൾക്ക്, അതുപോലെ തന്നെ മിൽക്ക്, ഡയറി പ്രോഡക്ട്സ്, ഫിഷ്. ഇനി പ്ലാന്റ് ബേസ്ഡ് ആണെങ്കിൽ ക്യാരറ്റ്സ്, സ്പിനാഷ്, സോർഗം ലീവ്സ്, മൊരിങ്ക ലീവ്സ്, പംകിൻസ്, പൊട്ടറ്റോസ്. ഇനി ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് പപ്പായ ആൻഡ് മാംഗോ. പപ്പായ ആൻഡ് മാംഗോയിൽ എന്തുണ്ട്? വിറ്റാമിൻ എ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. അപ്പൊ among fruits vitamin A is found in papaya and mangoes. അപ്പൊ ഫ്രൂട്ട്സിൽ വിറ്റാമിൻ എ കാണപ്പെടുന്ന രണ്ട് ആൾക്കാരാണ് ഏതൊക്കെ? പപ്പായയും അതുപോലെ തന്നെ മാംഗോയും. വെജിറ്റബിൾസ് ആകുമ്പോൾ ലീഫി ഗ്രീൻ വെജിറ്റബിൾസ്, പിന്നെ ക്യാരറ്റ്, സ്പിനാഷ്, പൊട്ടറ്റോസ്, പംകിൻസ്, അതിലൊക്കെ വിറ്റാമിൻ എ കാണുന്നുണ്ട്. ഇനി ആനിമൽ ബേസ്ഡ് പ്രോഡക്റ്റ് ആണെങ്കിൽ എഗ് യോൾക്ക്, മിൽക്ക്, ഡയറി പ്രോഡക്റ്റ്, ഫിഷ് ഓയിൽ, അവിടെയൊക്കെ എന്ത് കാണുന്നുണ്ട്? വിറ്റാമിൻ എ കാണുന്നുണ്ട്. അപ്പൊ ലിവർ ഓഫ് ആനിമൽസിലും വിറ്റാമിൻ എ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഷാർക്ക് ഒക്കെ എന്താണ്? എക്സലന്റ് സോഴ്സ് ഓഫ് വിറ്റാമിൻ എ ആണ്. ഇനി ഈ ഗോട്ടൊക്കെ ഇല്ലേ, അതിന്റെ ലിവർ, അതുപോലെ തന്നെ കൗവിന്റെ ലിവർ, അതുപോലെ തന്നെ ഷാർക്ക്, ഇവരൊക്കെ എന്താണ്? എക്സലന്റ് സോഴ്സ് ഓഫ് വിറ്റാമിൻ എ ആണെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ പ്ലാന്റ് ബേസ്ഡ് സോഴ്സസും ആനിമൽ ബേസ്ഡ് സോഴ്സസും ജസ്റ്റ് ആലോചിച്ച് വെക്കുക. പിന്നെ ഫ്രൂട്ട്സ് രണ്ടെണ്ണം ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യുക. പപ്പായ ആൻഡ് മാംഗോ. വിറ്റാമിൻ എ കാണുന്ന എമംഗ് ഫ്രൂട്ട്സ് വിറ്റാമിൻ എ കാണപ്പെടുന്ന രണ്ട് ആൾക്കാരാണ് പപ്പായയും മാംഗോയും. ഇനി അടുത്തത് ഡെഫിഷ്യൻസി കണ്ടീഷൻസ് ആണ്. അപ്പൊ വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാവുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ ഒന്നാമത്തതാണ് നൈക്ടലോപ്പിയ എന്ന് പറയുന്ന കണ്ടീഷൻ. നൈക്ടലോപ്പിയനെയാണ് നമ്മൾ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് വിളിക്കുക. അതായത് നിശാന്തത എന്ന് പറയുന്നത് എന്താണ്? വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്ന ഒരു കണ്ടീഷനാണ്. അതായത് നമ്മളെ കണ്ണിന് എന്താണ്? ഒരു ഡിലേ വരികയാണ്. എന്താണ്? നമ്മൾ ലൈറ്റിൽ നിന്ന് ഡാർക്ക്നെസ്സിലേക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് നല്ല ബ്രൈറ്റ് ലൈറ്റ് ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ഡാർക്കിലേക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ കണ്ണിന് എന്ത് ചെയ്യാണ്?
നമുക്ക് ആ ഒരു കണ്ടീഷൻ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അത് വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസിയാണ് എന്ത് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉള്ള ആൾക്കാരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഡേ ടൈമില് അല്ലെങ്കിൽ നല്ല ലൈറ്റ് ഉള്ള സ്ഥലത്ത് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടും എന്ത് ചെയ്യില്ല, ഫീൽ ചെയ്യില്ല, ഒരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്യില്ല. പക്ഷെ ഡിം ലൈറ്റിൽ അല്ലെങ്കിൽ ഡാർക്കിൽ കാണാനാണ് അവർക്ക് എന്ത് ചെയ്യുക, ബുദ്ധിമുട്ട് വരിക. അപ്പൊ ഡിം ലൈറ്റിൽ കാണാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന പിഗ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്, റോഡോപ്സിൻ എന്ന് പറയുന്നത്. റോഡോപ്സിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിം ലൈറ്റിൽ കാണാൻ വേണ്ടി സഹായിക്കുന്ന പിഗ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്, റോഡോപ്സിൻ എന്ന് പറയുന്നത്. അപ്പൊ റോഡോപ്സിൻ ഉണ്ടാവണമെങ്കിൽ നമുക്ക് എന്ത് ആവശ്യമാണ്, വിറ്റാമിൻ എ ആവശ്യമാണ്. അപ്പൊ വിറ്റാമിൻ എയുടെ കുറവുണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തില് റോഡോപ്സിന്റെ ഫോർമേഷനിൽ എന്തുണ്ടാവും, ഡിഫക്റ്റ് ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഡിം ലൈറ്റിൽ കാണാൻ വേണ്ടി പറ്റില്ല. അത് മാത്രല്ല നമ്മൾ നല്ല പ്രകാശമുള്ള ഒരു സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് നമ്മൾ ഒരു കുറച്ചും കൂടെ ലൈറ്റ് നല്ലോണം കുറഞ്ഞൊരു സ്ഥലത്തേക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിന് ആ ഒരു കണ്ടീഷൻ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഈ അവസ്ഥേനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ വേറൊരു കാര്യം ആലോചിച്ച് നോക്കുക, ഈ നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉള്ള ആൾക്കാർക്ക് നല്ല ബ്രൈറ്റ് ലൈറ്റിൽ അല്ലെ ഡേ ലൈറ്റിലൊക്കെ ഒരു ബുദ്ധിമുട്ടും എന്ത് ചെയ്യില്ല, അനുഭവപ്പെടില്ല. ഇനി നമ്മൾ ഈ പ്രശ്നം അത്ര സീരിയസ് ആയിട്ട് കണ്ടിട്ടില്ലെങ്കിൽ, അതായത് ഈ ഒരു ബുദ്ധിമുട്ട് നമ്മൾ വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ലെങ്കിൽ ഇതെന്ത് ചെയ്യും, ഇത് വേറൊരു കണ്ടീഷൻ, അതായത് നമ്മുടെ കണ്ണ് എന്ത് ചെയ്യും, ഡ്രൈ ആയി സിറോഫ്താൽമിയ എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് എന്ത് ചെയ്യും, ഈ നൈറ്റ് ബ്ലൈൻഡ്നെസ് ലീഡ് ചെയ്യും. അപ്പൊ നമ്മൾ നൈറ്റ് ബ്ലൈൻഡ്നെസ് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ കണ്ണ് എന്താവും, ഡ്രൈ ആയി ആവും. അങ്ങനെ നമുക്ക് എന്ത് കോസ് ചെയ്യും, സിറോഫ്താൽമിയ കോസ് ചെയ്യും. അപ്പൊ ഈ സിറോഫ്താൽമിയ എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മളെ കണ്ണിന്റെ കൺജങ്ക്റ്റൈവ എന്ന് പറയുന്നത് എന്താവും, ഡ്രൈ ആവും. കൺജങ്ക്റ്റൈവ ഡ്രൈ ആയി എന്ത് ചെയ്യും, അതിന്റെ ആ തിളക്കൊക്കെ എന്ത് ചെയ്യും, നമുക്ക് നഷ്ടപ്പെടും. അപ്പൊ അങ്ങനെ നമ്മളെ കണ്ണെന്താവും, ഗ്രാജുവലി ഗ്രേ ആൻഡ് ഒപ്പേക്ക് ആവാൻ വേണ്ടി തുടങ്ങും. അപ്പൊ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് നമുക്ക് എന്ത് സംഭവിക്കും, കണ്ണിന് ഇൻഫെക്ഷൻ ഒക്കെ സംഭവിച്ച് ഫൈനലി നമ്മൾ എന്തിലേക്ക് എത്തും, ബ്ലൈൻഡ്നെസ്സിലേക്ക് എത്തും. അപ്പം നൈക്ലോപ്പിയാണ് ഫസ്റ്റത്തത്. അതായത് ഡിം ലൈറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കാണാൻ വേണ്ടി പറ്റില്ല. വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ബ്രൈറ്റ് ലൈറ്റിൽ നിന്ന് ഡിം ലൈറ്റിലേക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കണ്ണിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആ ഒരു അഡാപ്റ്റേഷൻ ഒരു ബുദ്ധിമുട്ട് സംഭവിക്കും. അപ്പൊ ഇത് നമ്മൾ പ്രോപ്പർ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മളെ കണ്ണെന്താവും, ഡ്രൈ ആയി അത് എന്ത് കണ്ടീഷനിലേക്ക് എത്തും, സിറോഫ്താൽമിയ എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് എത്തും. അപ്പൊ സിറോഫ്താൽമിയ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിലെ കൺജങ്ക്റ്റൈവ എന്ന് പറയുന്നത് ഡ്രൈ ആവും. എന്നിട്ട് എന്ത് ചെയ്യും, അതിന്റെ ആ ഒരു തിളക്കൊക്കെ നഷ്ടപ്പെട്ട് കണ്ണെന്താവും, ഗ്രേ ആൻഡ് ഒപ്പേക്ക് ആയിട്ട് മാറും. അങ്ങനെ ഈ കണ്ടീഷൻ പിന്നെയും ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ കണ്ണെന്ത് ചെയ്യും, ഫൈനലി നമുക്ക് ഇൻഫെക്ഷൻ ഒക്കെ വന്ന് അതെന്ത് ചെയ്യും, ഒരു ടോട്ടൽ ബ്ലൈൻഡ്നെസ്സിലേക്ക് എന്ത് ചെയ്യും, അത് ലീഡ് ചെയ്യും. ഇനി അടുത്തൊരു കണ്ടീഷനാണ് കെരാട്ടോ മലേഷ്യ എന്ന് പറയുന്നത്. കെരാട്ടോ മലേഷ്യ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിലെ കോർണിയ എന്താവും, തിന്നായി കോർണിയക്ക് എന്ത് സംഭവിക്കും, ഡാമേജ് സംഭവിക്കും. അങ്ങനെ ഉണ്ടാവുന്ന കണ്ടീഷനാണ് എന്തെന്ന് പറയുന്നത്, കെരാട്ടോ മലേഷ്യ എന്ന് പറയുന്നത്. അതാണ് കെരാട്ടോ മലേഷ്യ. അടുത്ത കണ്ടീഷനാണ് എന്തെന്ന് പറയുന്നത്, ബൈറ്റഡ് സ്പോട്ട് അല്ലെങ്കിൽ ബിറ്റഡ് സ്പോട്ട് എന്ന് പറയുന്ന കണ്ടീഷൻ. ഇതും എന്താണ്, വിറ്റാമിൻ എയുടെ ഒരു ഡെഫിഷ്യൻസി സിംറ്റം ആണ് ബിറ്റഡ് സ്പോട്ട് എന്ന് പറയുന്നത്. അതായത് ട്രയാങ്കുലർ ആയിട്ടുള്ള, ചിലപ്പോൾ ട്രയാങ്കുലർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഇറഗുലർലി ഷേപ്ഡ് ആയിട്ടുള്ള വൈറ്റ് ആയിട്ടുള്ള ഫോമി ഡെപ്പോസിഷൻ നമ്മുടെ കണ്ണിലെ വൈറ്റ് ഭാഗത്ത്, അതായത് കൺജങ്ക്റ്റൈവയുടെ ഭാഗത്ത് എന്തുണ്ടാവും, ഈ വൈറ്റ് ഫോമി ആയിട്ടുള്ള കെരാറ്റിന്റെ ഡെപ്പോസിഷൻ ആണ് അത്. അതായത് ബിൽഡപ്പ് ഓഫ് കെരാറ്റിൻ ആൻഡ് ഡെഡ് സെൽസ് എന്ത് ചെയ്യും, നമ്മളെ കണ്ണിന്റെ കൺജങ്ക്റ്റൈവയുടെ ഭാഗത്ത് എന്ത് ചെയ്യും, ഇങ്ങനെ കാണും. അതായത് ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു ഇറഗുലർ ഷേപ്പിൽ വൈറ്റ് ആൻഡ് ഫോമി ആയിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ ഡെപ്പോസിഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ബിറ്റഡ് സ്പോട്ട് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെ കണ്ണിന്റെ ടെമ്പറൽ സൈഡിൽ ഏകദേശം ഔട്ട്സൈഡ് ഭാഗത്താണ് എന്ത് കാണുക, ഈ ബിറ്റഡ് സ്പോട്ട് കാണുക. അപ്പം ഇതെന്ന് പറയുന്നത് കെരാറ്റിൻ ഡെപ്പോസിറ്റ് ആണെന്ന് ആലോചിച്ച് വെക്കുക. വൈറ്റ് ആൻഡ് ഫോമി ആയിരിക്കും. ഷേപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ ട്രയാങ്കുലർ ഷേപ്പ് ആയിരിക്കും, ചില സമയത്ത് എന്താണ് ഇറഗുലർ ഷേപ്പ് ആയിട്ടുള്ള ഡെപ്പോസിറ്റ് ആണ്. കൺജങ്ക്റ്റൈവയിലാണ് ഇത് കാണപ്പെടുന്നത്. അപ്പൊ ഈ സ്പോട്ടിനെയാണ് എന്ത് വിളിക്കുന്നത്, ബിറ്റഡ് സ്പോട്ട് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ബിറ്റഡ് സ്പോട്ട് കാണുകയാണെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ നമ്മൾ മനസ്സിലാക്കണം എന്താണ്, അത് വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി ആണ്. അപ്പൊ അത്രയും മനസ്സിലാക്കുക. ഇനി അടുത്തത് ഫ്രൈനോഡെർമ എന്ന് പറയുന്ന കണ്ടീഷനാണ്. ഫ്രൈനോഡെർമ എന്ന് പറയുന്നത് സ്കിന്നിനെ ബാധിക്കുന്ന ഒരു കണ്ടീഷനാണ് എന്ത്, ഫ്രൈനോഡെർമ എന്ന് പറയുന്നത്. അതായത് വിറ്റാമിൻ എയുടെ ആബ്സെൻസിൽ സ്കിൻ എന്താവും, റഫ് ആവും. അതായത് എപ്പിത്തീലിയൽ സെൽസ് നശിച്ചിട്ട് നമ്മുടെ സ്കിൻ എന്താവും, റഫ് ആയിട്ട് മാറും. ഈ കണ്ടീഷനെയാണ് നമ്മൾ
ഫോളിക്കുലാർ കെരാട്ടോസിസ് ഓർ ഫ്രൈനോഡെർമ എന്ന് വിളിക്കുന്നത്. ഫോളിക്കുലാർ കെരാട്ടോസിസ്, ഫോളിക്കുലാർ കെരാട്ടോസിസ് ഓർ ഫ്രൈനോഡെർമ എന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെ എപ്പിത്തീലിയൽ സെൽസിന് ഡിസ്ട്രക്ഷൻ സംഭവിച്ചിട്ട് നമ്മുടെ സ്കിൻ എന്താവും, വളരെ റഫ് ആൻഡ് ഡ്രൈ ആയിട്ട് മാറും. ഈ കണ്ടീഷനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫ്രൈനോഡെർമ അല്ലെങ്കിൽ ഫോളിക്കുലാർ കെരാട്ടോസിസ് എന്ന് വിളിക്കുന്നത്. ഇതും വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ്. ഇനി ഈ വിറ്റാമിൻ എ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഡയറ്റിൽ വിറ്റാമിൻ എ കുറവാണെങ്കിൽ ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ഡയറിയയും റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവും. ആർക്ക്? ചിൽഡ്രനിന്. ഇനി ഈ വിറ്റാമിൻ എ ആണ് നമ്മൾ കുട്ടികൾക്ക് ഇമ്മ്യൂണൈസേഷന്റെ കൂടെ കൊടുക്കുന്ന ഒരു വിറ്റാമിൻ ആണ് ഏതെന്ന് പറയുന്നത്, വിറ്റാമിൻ എ എന്ന് പറയുന്നത്. വിറ്റാമിൻ എ ഇസ് ഓഫൺ ഗിവൺ ടു ചിൽഡ്രൻ അലോങ്സൈഡ് ഇമ്മ്യൂണൈസേഷൻ ടു പ്രിവെന്റ് എന്താണ്, ഡെഫിഷ്യൻസി. അപ്പം നമുക്ക് ഇൻഫെക്ഷൻ കൊണ്ടൊക്കെ ഡിസീസ് വരുന്നുണ്ടെങ്കിൽ വിറ്റാമിൻ എ ബോഡിയിൽ കുറവാണെന്നാണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഇനി ലാക്ക് ഓഫ് വിറ്റാമിൻ എ ഇൻ ദ ഡയറ്റ് കോസസ് ഡെഫിഷ്യൻസി ഡിസീസസ് എന്ന് പറയുന്നുണ്ട്. പിന്നെ വിറ്റാമിൻ എ എന്താണ്, വെൻ ഡിസീസസ് occur ഡ്യൂ ടു ഇൻഫെക്ഷൻസ് വിറ്റാമിൻ എ ഈസ് ലോസ്റ്റ് ഇൻ ദ ബോഡി. ആ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇനി കുട്ടികളിൽ ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ഡയറിയ, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വിറ്റാമിൻ എയുടെ കുറവ് കൊണ്ട് കാണപ്പെടുന്നുണ്ട്. പിന്നെ ചിൽഡ്രൻസിന് ഇമ്മ്യൂണൈസേഷന്റെ കൂടെ കൊടുക്കുന്ന ഒരു വിറ്റാമിൻ എക്സാമ്പിൾ ആണ് ഏതെന്ന് പറയുന്നത്, വിറ്റാമിൻ എ എന്ന് പറയുന്നത്. ആ കാര്യം എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പൊ ചിൽഡ്രൻസിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്മ്യൂണൈസേഷന്റെ കൂടെ കൊടുക്കുന്ന വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് പറയാ, ദാറ്റ് ഇസ് വിറ്റാമിൻ എ. അപ്പൊ ഇത്രയാണ് നമ്മളെ വിറ്റാമിൻ എയുടെ കേസ്. അപ്പൊ ബാക്കിയുള്ളത് നമ്മൾ ഇതിന്റെ സബ്സീക്വന്റ് ആയിട്ട് എന്ത് ചെയ്യും, നമ്മൾ പഠിക്കും. അപ്പൊ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത് ഇതിന്റെ സയന്റിഫിക് നെയിം, അതായത് റെറ്റിനോൾ എന്നുള്ളതാണ്. പിന്നെ ഫാറ്റ് സോല്യൂബിൾ ആയിട്ടുള്ള വിറ്റാമിൻ ആണ്, ലിവറിലാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ ആനിമൽ ബേസ്ഡ് ഫോം ആണ് പ്രീ ഫോംഡ് വിറ്റാമിൻ എ. പ്ലാന്റ് ബേസ്ഡ് ഫോമിനെ പ്രോ വിറ്റാമിൻ എ അല്ലെങ്കിൽ ബീറ്റാ കരോട്ടിൻ എന്ന് വിളിക്കും. പിന്നെ അതിന്റെ ഫങ്ഷൻസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഐ ഹെൽത്തും നാച്ചുറൽ വിഷനും ആണ്. അതുപോലെ തന്നെ സ്കിന്നിന്റെ ഹെൽത്ത്, ബോൺ ഗ്രോത്ത്, ടീത്തിന്റെ നാച്ചുറൽ ഗ്രോത്ത്, അതുപോലെ തന്നെ മയലിൻ ഷീത്തിന്റെ മെയിൻ്റെനൻസ്, അതിലൊക്കെ വിറ്റാമിൻ എ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ വിറ്റാമിൻ എ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട 2 ഫ്രൂട്ട്സിന് എക്സാമ്പിൾ ആണ് പപ്പായ ആൻഡ് മാംഗോ. ഇനി ഡെഫിഷ്യൻസി കണ്ടീഷൻസ്, നൈക്ലോപ്പിയ, നൈറ്റ് ബ്ലൈൻഡ്നെസ്, അതിന് തന്നെയാണ് നമ്മൾ മലയാളത്തിൽ നിശാന്തത എന്ന് വിളിക്കുന്നത്, നിശാന്തത എന്ന് വിളിക്കുന്ന കണ്ടീഷൻ. പിന്നെ സിറോഫ്താൽമിയ, പിന്നെ കെരാട്ടോമലേഷ്യ, പിന്നെ ബിറ്റഡ് സ്പോട്സ് എന്താണെന്ന് ആലോചിച്ച് വെക്കുക. പിന്നെ സ്കിന്നിനെ കോസ് ചെയ്യുന്ന ഒരു വിറ്റാമിൻ എ ഡെഫിഷ്യൻസി ഡിസീസ് ആണ് എന്താ, ഫ്രൈനോഡെർമ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ എപ്പിത്തീലിയൽ സെൽസ് നശിച്ച് സ്കിൻ എന്താവും, റഫായി മാറുന്ന ഒരു കണ്ടീഷനാണ് ഫ്രൈനോഡെർമ. ഇനി കുട്ടികളിൽ ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ഡയറിയ, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാക്കും. എന്തിന്റെ കുറവ്, വിറ്റാമിൻ എയുടെ കുറവ്. ഇനി വിറ്റാമിൻ എ ആണ് കുട്ടികൾക്ക് ഇമ്മ്യൂണൈസേഷന്റെ കൂടെ കൊടുക്കുന്ന വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഏതാണ്, വിറ്റാമിൻ എ ആണ്. വിറ്റാമിൻ എ ഈസ് ഓഫൺ ഗിവൺ ടു ചിൽഡ്രൻ അലോങ്സൈഡ് ഇമ്മ്യൂണൈസേഷൻ ടു പ്രിവെന്റ് ഡെഫിഷ്യൻസി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വിറ്റാമിൻ എയുടെ കേസിൽ ഓർത്ത് വെക്കേണ്ടത്. പിന്നെ അതിന് മുന്നേ നമ്മൾ പഠിച്ചത് സോലബിലിറ്റിന്റെ അടിസ്ഥാനത്തിൽ വിറ്റാമിൻസിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തതാണ്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. പിന്നെ ഫാദർ ഓഫ് വിറ്റാമിൻ തെറാപ്പി എന്ന് പറയുന്നത് കസിമിർ ഫങ്ക് ആണ്, അത് ആലോചിച്ച് വെക്കുക. പിന്നെ മനുഷ്യ ശരീരത്തിന്റെ ഉള്ളിൽ നിർമ്മിക്കുന്ന വിറ്റാമിൻ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞത് വിറ്റാമിൻ കെ ആണ്. വിറ്റാമിൻ കെ നിർമ്മിക്കുന്നത് ആരാണ്, കുടലിലുള്ള ബാക്ടീരിയ ആണ്. അപ്പൊ ഇന്ന് നമ്മൾ വിറ്റാമിൻ എയുടെ കേസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ബാക്കിയുള്ളത് നമ്മൾ സബ്സീക്വന്റ് ആയിട്ട് എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. അപ്പൊ താങ്ക് യു.